നമസ്കാരം. ഇത് നമ്മുടെ രാജേട്ടൻ്റെ വീട്ടിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. നമ്മൾ സേവാഭാരതി പ്രവർത്തകരാണ്. തരൂർ പഞ്ചായത്തിലെ സേവാഭാരതി. ഇന്ന് രാജേട്ടൻ്റെ വീട്ടിലെ ആളിൻ്റെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് അറിയാനും അതിന് എന്തെങ്കിലും സഹായ കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്, അദ്ദേഹത്തിന് സഹായം കൊടുക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇത് തരൂർ പഞ്ചായത്തിലെ 4-ാം വാർഡിൽ കുട്ടംകോട് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇദ്ദേഹത്തിന് ഒരു 2 വർഷങ്ങൾക്ക് മുൻപ് കാല് ഇതേപോലെ ക്യാൻസറായിട്ട് മുറിച്ച് കളയേണ്ട ഒരു സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് 2 പെൺമക്കളാണ്. അവരിനെ കല്യാണം കഴിച്ചു കൊടുത്തു. മറ്റ് വരുമാനങ്ങളൊന്നും രാജേട്ടന് തീർത്തും ഇല്ല, വേറൊരു വരുമാനവും ഇല്ല. അപ്പോൾ അദ്ദേഹം വളരെ മരുന്നിനും മറ്റു കാര്യങ്ങൾക്ക് തന്നെ വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം ഒരു മാസത്തിന് 2000 രൂപയോളം മരുന്ന് ചിലവ് പ്രതീക്ഷിക്കുന്നു. എല്ലാ മാസവും ഇത് വാങ്ങേണ്ട ഒരു സ്ഥിതിയാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാ സുമനസ്സുകളും അദ്ദേഹത്തിൻ്റെ നിജസ്ഥിതി അറിഞ്ഞുകൊണ്ട് ഒരു സംഭാവന നൽകണമെന്ന്, അത് ആ സഹായത്തിന് അർഹരായിട്ടുള്ളവരാണ് രാജേട്ടനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും. അപ്പോൾ ആ സഹായം എല്ലാ സുമനസ്സുകളും ചെയ്യണമെന്ന് സേവാഭാരതി തരൂർ ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. നമസ്തേ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കെൻ്റെ ഭർത്താവിനെ വേണം. ഇപ്പം ഞാൻ 10 വർഷമായി ഇപ്പോൾ ചികിത്സ കൊണ്ട് നടക്കുന്നു. അപ്പോൾ എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടിട്ടാണ്. എല്ലാവരുടെയും ഒരു സഹായം കൊണ്ടും ഞാനിപ്പോൾ ഇവിടം വരെ എത്തി. ഇപ്പോൾ 2 വർഷമായി കാല് മുറിച്ച് മാറ്റിയിട്ട്. അപ്പോൾ ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഒരു വണ്ടി ഉണ്ടെങ്കിൽ സഹായം, പിന്നെ ഒരു കാല് വയ്ക്കാനും നമുക്ക് ഒരുപാടൊന്നും ആഗ്രഹമില്ല. എന്നാൽ മരുന്നിന് 1600 രൂപ പെൻഷനുള്ളൂ. ഞാനതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ജീവിതം തന്നെ തള്ളി നിൽക്കുന്നത് എങ്ങനെയാണ്. എനിക്ക് 2 പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികളെ കൊടുത്തു, അവർക്കും പെൺകുട്ടികളാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ ഞങ്ങൾക്ക് തരാൻ സഹായം? എനിക്ക് ആവുന്നതും മരുന്നിന് 10-2000 രൂപയോളം വരും. ഞാനും ഒരു ഷുഗറിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എനിക്കിപ്പോൾ എന്താ പറയുക, ആവുന്നതും എന്തെങ്കിലും സഹായം തരുകയാണെങ്കിൽ വളരെ ഉപകാരം.